ഈ ലോകത്ത് സ്റ്റുപ്പിഡിറ്റിക്ക് നല്ല മാർക്കറ്റ് ഉണ്ട് എന്നതൊരു സത്യമാണ്. ചില ഇൻസ്റ്റാ പേജുകൾ കാണുമ്പോൾ ഇതിന് മാത്രം സ്റ്റുപ്പിഡ് ആളുകൾ ഇവിടെ ഉണ്ടോ എന്ന് വരെ തോന്നിപ്പോകും. അങ്ങനെ നമ്മളെ കൊണ്ട് തോന്നിക്കുന്നതിൽ കേമനും അക്കാര്യത്തിൽ വളരെ പ്രശസ്തനുമായ ഒരാളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം. AJ ഭൈരവ് എന്ന ഇൻഫ്ലുവൻസർ ആണത്. ഈ തലമുറയുടെ രക്ഷകൻ എന്നാണ് ഫാൻസ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. രക്ഷകന്റെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് നല്ല ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് എന്നതാണ്, അതും പെണ്ണുങ്ങളോട്. അതുകൊണ്ട് വീഡിയോസിന്റെയൊക്കെ പ്രധാന വിഷയം പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളെ രണ്ടായി തിരിച്ച് ക്വീൻ ചാപ്പ ആൻഡ് ചായക്കപ്പ് ചാപ്പ അടിച്ചു കൊടുക്കലാണ് മൂപ്പരുടെ പ്രധാന പണി. പിന്നെ പെണ്ണുങ്ങളുടെ വെർജിനിറ്റി മൂപ്പരുടെ ഒരു പ്രധാന വീക്ക്നസ് ആണ്. പെണ്ണുങ്ങളുടെ വെർജിനിറ്റിയെ പറ്റി പ്രബന്ധങ്ങൾ എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടാൽ മതി. ആ ജീവിതം പെണ്ണുങ്ങളുടെ വെർജിനിറ്റിയെ പറ്റി പഠിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് പെണ്ണുങ്ങളെ കാറായും വീടായും ലോക്കായും ഒക്കെ ഉപമിച്ച് കളയും. ഇദ്ദേഹത്തിന്റെ ചില വീഡിയോസ് നമുക്കൊന്ന് നോക്കിക്കളയാം. രണ്ട് ടൈപ്പ് പെണ്ണുങ്ങളാണ്, രണ്ട് എക്സ്ട്രീമിലുള്ള പെണ്ണുങ്ങൾ. അതിൽ ചായക്കപ്പ് പെണ്ണ് ആവശ്യപ്പെടുന്നത് വേഴ്സസ് ക്വീൻ ആവശ്യപ്പെടുന്നത് എന്ന രീതിക്ക് മൂപ്പർ എഴുതിയുണ്ടാക്കിയ ആ ഭാവന നോക്ക്. എന്താ ഒരു കഴിവ്! ഈ 9 മാസം മാത്രം ആയുസുള്ള പെണ്ണ് തന്റെ എക്സിന്റെ ഒപ്പം കടക്കാൻ എന്തിനാണ് ഇവന്റെ അനുവാദം ചോദിക്കുന്നത്? അങ്ങ് കടന്നാ പോരെ. എന്താണ് അതിലൊരു ലോജിക്ക്? ഈ രക്ഷകന്റെയും അയാളുടെ ചിതലരിച്ച തലച്ചോറുള്ള ഫാൻസിന്റെയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ തൃപ്തിപ്പെടുത്താൻ ഇങ്ങനെ കുറെ ലോജിക് ഇല്ലാത്ത സിനേരിയ ഉണ്ടാക്കണം. എക്സിന്റെ ഒപ്പം കടക്കാൻ കാമുകനോട് അനുവാദം ചോദിക്കുന്ന ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. എന്നിട്ടാണ് ഈ ഭൈരവും കൂട്ടരും അവളെ കുറ്റപ്പെടുത്തുന്നത്. മോശം. 9 മാസം മാത്രം ആയുസ് ബാക്കിയുള്ള ഭൈരവിന്റെയും ഫാൻസിന്റെയും ക്വീന് അപ്പോഴും ഇവനെ സന്തോഷിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയുന്നില്ലേ സുഹൃത്തുക്കളെ? അപ്പൊ പെണ്ണുങ്ങളോടാണ്, നിങ്ങൾക്ക് ഇവന്മാരുടെയൊക്കെ ക്വീൻ ആകണോ? അങ്ങനെയെങ്കിൽ ചാവാൻ കിടക്കുമ്പോഴും ഇവന്മാരെയൊക്കെ സന്തോഷിപ്പിക്കാൻ നോക്കിക്കോ. അല്ലെങ്കിൽ അവർ നിങ്ങളെ ചായക്കപ്പ് എന്ന് വിളിച്ച് കളിയാക്കും. അപ്പൊ നിങ്ങൾക്ക് ഫീൽ ആകില്ലേ? അവരുടെ ക്വീൻ വിളി കേൾക്കാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ വേഗം അവരുടെ ക്വീൻ ആകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോളൂ. ഇനി അടുത്ത വീഡിയോ നോക്കാം. പെണ്ണുങ്ങളെ കാറായും വീടായും ഉപമിച്ച് വെർജിനിറ്റി ക്ലാസ് എടുക്കുന്നത് മൂപ്പരുടെ രീതിയാണെന്ന് പറഞ്ഞല്ലോ. ഇനി അടുത്ത് നോക്കാം. ഇതിൽ പെണ്ണിനെ കാറിനോടാണ് ഉപമിക്കുന്നത്. ഈ രണ്ട് വീഡിയോസിന്റെയും ഒരു ഇത് ശരിക്കും മനസ്സിലാകണമെങ്കിൽ വേറൊരു വീഡിയോ കാണണം. ഇതിൽ നമ്മുടെ രക്ഷകൻ പറയുന്നത് എല്ലാ സ്ത്രീകളും ആരുടെയെങ്കിലും ഒക്കെ അമ്മയോ പെങ്ങളോ ഒക്കെയാണ് എന്നാണ്.
അതായത് ആണുങ്ങളുടെ ആരൊക്കെയാണ് പെണ്ണുങ്ങൾ, അവരെ ഓൺ ചെയ്യുന്നവരാണ് ആണുങ്ങൾ. നീ ഓൺ ചെയ്യുന്നതിനെ ഞാൻ നോക്കിയാൽ ഞാൻ ഓൺ ചെയ്യുന്നതിനെ വേറെ ആരെങ്കിലും നോക്കും. അതുകൊണ്ട് നമ്മളൊരു പരസ്പര ധാരണയിൽ നോക്കാതിരിക്കാമെന്ന്. അതായത് പെണ്ണുങ്ങൾക്ക് അങ്ങനെ വേറെ ഐഡന്റിറ്റി ഒന്നുമില്ല, ആരുടെയെങ്കിലും ഒക്കെ അമ്മ പെങ്ങൾ ഇതൊക്കെയാണ് ഐഡന്റിറ്റി. ഇതിലെ പ്രശ്നം ഭൈരവിന്റെ തലച്ചോറ് ദ്രവിച്ച ഫാൻസിന് മനസ്സിലാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് ആ ഫാൻസിനായി ഭൈരവിന്റെ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് മറ്റേ വീഡിയോയിൽ ഉപയോഗിക്കാം. ഏത് കാറായും വീടായും പെണ്ണിനെ ഉപമിക്കുന്ന വീഡിയോസ് ഇല്ലേ അതിൽ. അതായത് കാറായും വീടായും പെണ്ണിന്റെ വെർജിനിറ്റിയെ കാണുന്ന ഭൈരവൻ ഫാൻസ് സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ കൂടിയാണല്ലോ ആ സ്ഥാനത്ത് കണ്ട് ജഡ്ജ് ചെയ്യുന്നത് എന്ന കാര്യം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. മൂപ്പരുടെ അടുത്തത് വേറൊരു ടൈപ്പ് വീഡിയോസ് ആണ്. അതിലാണ് മൂപ്പരുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മുക്കാലും പുറത്തു ചാടുന്നത്. എക്സിന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസായി വരുന്നത്. സ്ലോ മോഷനിൽ എക്സിന്റെ മുന്നിൽ കൂടി അവരുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒന്നും ആകാൻ കഴിയാത്ത കുറെ ചെറുപ്പക്കാരുടെ പകൽക്കിനാവുകളെ വെച്ച് ഇങ്ങനെ എക്സ്പ്ലോയ് ചെയ്യുന്നത് ശരിയാണോ ബ്രോ എന്നേ ചോദിക്കാനുള്ളൂ. ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ അൾട്രാ ക്രിഞ്ച്. ഇതൊക്കെ കണ്ട് പുളകം കൊള്ളുന്ന മില്യൺ ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടല്ലോ എന്നത് ഓർക്കുമ്പോഴാണ്. മൂപ്പർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതിലൊക്കെ മൂപ്പരുടെ സ്ത്രീകളോടുള്ള ചീഞ്ഞ ചിന്താഗതി പുറത്തു വരും. ഒന്ന് നോക്കാം. പെണ്ണുങ്ങൾ വണ്ടി ഓടിച്ചാൽ ആക്സിഡന്റായി ചാകുമെന്നാണ് പറഞ്ഞു വരുന്നത്. വേറൊരു ക്ലാസിക് ഐറ്റമുണ്ട്. ആണുങ്ങളെ നന്നാക്കിയെടുക്കുന്ന ഉത്തമ ഭാര്യാ സങ്കല്പമാണത്. കണ്ടു നോക്കാം. മൂപ്പരുടെ റീൽസിന്റെ ഒരു പ്രത്യേകത മൂപ്പരുടെ സങ്കല്പത്തിൽ രണ്ട് ടൈപ്പ് പെണ്ണുങ്ങളെ ഉള്ളൂ എന്നതാണ്. ഒന്ന് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് കോൺഫിഡന്റ് ആയി നിൽക്കുന്ന മോശം പെണ്ണ്. രണ്ടാമത്തേത് എപ്പോഴും ഇത്തിരി ഭയത്തോടെ തലതാഴ്ത്തി മാത്രം നോക്കുന്ന സബ്മിസീവായ മേക്കപ്പ് ഇടാത്ത നല്ല പെണ്ണ്. ഈ അവിഞ്ഞ സങ്കല്പം കാണാൻ എട്ടും പൊട്ടും തിരിയാത്ത സ്റ്റുപ്പിഡിറ്റി ആഘോഷിക്കുന്നവരുടെ തിരക്കാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവന്മാരൊക്കെ നാളെ പെണ്ണ് കെട്ടാനിറങ്ങി പെണ്ണ് കിട്ടാതെയാകുമ്പോൾ അതിനും കുറ്റം പെണ്ണുങ്ങൾക്കായിരിക്കും. അമ്മാരി സങ്കല്പ ലോകത്തിലാണ് ജീവിതം. അവസാനമായി നമ്മുടെ രക്ഷകന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു ഐറ്റം കൂടി കണ്ട് നിർത്താം.
ആണുങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം പെണ്ണുങ്ങൾക്ക് രാത്രി പുറത്തു പോകാൻ പേടിക്കേണ്ടതിനും ഉപദേശം പെണ്ണുങ്ങൾക്കാണ്. അപ്പോഴും പഠിപ്പിക്കുന്നത് പെണ്ണുങ്ങളെയാണ്, ആണുങ്ങളെയല്ല. പിന്നെ രാത്രി 8 മണിക്ക് ശേഷം പുറത്തുപോയി ജോലി ചെയ്യേണ്ട പെണ്ണുങ്ങളൊക്കെ വീട്ടിലിരുന്നോളൂ, ഇദ്ദേഹത്തിന്റെ പിതാശ്രീ ചെലവിന് കൊടുത്തോളും. ഇത്രയും കണ്ട സ്ഥിതിക്ക് ഇതുകൂടി കണ്ടോളൂ. 40 അബോർഷൻ, അതും പായസം കുടിക്കുന്ന സന്തോഷത്തോടെ. എന്താണ് കാരണം? ആ പെണ്ണിന് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഇഷ്ടമാണത്രേ. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ 40 അബോർഷൻ എന്ന് പറയണമെങ്കിൽ ആ കണക്കൊന്ന് ആലോചിച്ച് നോക്കൂ. സത്യത്തിൽ അബോർഷൻ എന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് പോലും ഇവനൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. ചോക്ലേറ്റ് കഴിക്കുന്നത് പോലെ സുഖമുള്ള ഏർപ്പാടാണെന്നാണ് രക്ഷകൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് AJ ഭൈരവിന്റെ വീഡിയോസിനെ കുറിച്ചും ഫാൻസിന്റെ റിയാക്ഷനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.